ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സന്തോഷ ദിവസമാണ് കേട്ടോ. നമ്മൾ വീഡിയോ ചെയ്ത ഈരാറ്റുപേട്ടയുള്ള മോസിന എന്ന് പറഞ്ഞ മോളുടെ കല്യാണമാണെന്ന്. ഞാനിപ്പോൾ ഉള്ളത് ആലുവയാണ്. ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുനിന്ന് വരികയാണ്. അതായത് ഞാനും എൻ്റെ വൈഫ് അവിടെയാണുള്ളത്. പ്രസവ ചികിത്സ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് വൈഫ് അവിടെയാണുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കല്യാണത്തിന് വരുന്നത്. അപ്പോൾ പിയാപ്പിളേൻ്റെ സ്ഥലമാണ് ആലുവ. പിയാപ്പിള പറഞ്ഞു നിങ്ങൾ നേരെ ആലുവൊക്കെ എത്തിക്കുക, വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഈരാറ്റുപേട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആലുവ വന്ന് ഇന്നലെ രാത്രി ഇവിടെ എത്തി. എന്നിട്ട് റൂം എടുത്ത് നിന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ 7:45. ഇപ്പോൾ അവരിവിടെ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ട് അങ്ങ് പോകാമെന്നാണ് പറഞ്ഞത്. പിയാപ്പിളേനെയും പിയാപ്പിളിൻ്റെ വീട്ടുകാരോടെയൊക്കെ ഒപ്പരം ഈരാറ്റുപേട്ടൊക്കെ പോവാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ. സാധാരണ നമ്മൾ പിന്നെ അതാ വിളിക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയാ പറയാം. വാ പോവാ. വണ്ടിയിൽ പൂവൊക്കെ വെച്ച്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പിയാപ്പിള മുഹമ്മദ് റാഫി. മാഷാ അല്ലാ. ഞാൻ റാഫീൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. റാഫി എന്നെ പിക്ക് ചെയ്യാനും പിന്നെ വണ്ടി ഒന്ന് ഫ്രണ്ടിലൊരു പൂവുകൾ കണ്ടില്ലേ, അത് വെക്കാനും വേണ്ടിയിട്ട് ആലുവ വന്നാണ്. ഇത് റാഫീൻ്റെ പെങ്ങളാണ്, പാത്തു എന്നാണ് പേര്. അടുത്തുള്ള റാഫീൻ്റെ കസിനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം വീട്ടിൽ നിൽക്കണം, കാരണം ട്രാവലർ വരാനുണ്ട്. അതിൽ കുടുംബക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പിയാപ്പിളേൻ്റെ കൂടി കാരാന്ന് വിചാരിക്കുന്നത്. പിന്നെ പിയാപ്പിള വണ്ടിയിൽ സ്ഥലമുണ്ട് നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. റാഫീനെ ഫോണിലൂടെ പരിചയമുണ്ട്, പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ് കേട്ടോ, 25-ാം തീയതി. അപ്പോൾ റാഫീൻ്റെ വീട്ടിൽ 26 ഞായറാഴ്ചയാണ് പരിപാടി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ആളുകളെ കാണാത്തത് കേട്ടോ. ഇത്രയും ദൂരം ഉണ്ടല്ലോ, ഈരാറ്റുപേട്ടയാണ്. ആലുവയിൽ നിന്ന് ഏകദേശം ഒരു കുറച്ച് കിലോമീറ്റർ ഉണ്ട്, ഒരു 2.5 മണിക്കൂർ എങ്ങാനും ട്രാവലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ പോകുന്നവർ മാത്രം വന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു പ്രത്യേകത ഉണ്ട്. പിയാപ്പിളിൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഫുൾ ഓണായിരിക്കണം കേട്ടോ. പിയാപ്പിളാണ് വണ്ടി ഓടിക്കുന്നത്, ഞാൻ ഓടിക്കണമെന്ന് വെച്ചിട്ട് വേണ്ടതാണ്. അപ്പൊ എല്ലാവരും പാട്ടൊക്കെ പാടാറ് സെറ്റല്ലേ? എല്ലാം ഓക്കെ. പേര് ഇത് സഫ. എത്ര പഠിക്കുന്ന? ഷഫീഖ് +2. ഇതെന്താ എല്ലാം കൂടെ ഒരു ഇന്റർവ്യൂ അല്ല ഇപ്പോലല്ലേ ഇതെല്ലാം പഠിക്കുന്നതൊക്കെ. അപ്പൊ നിങ്ങളൊക്കെ റാഫീന്റെ? എന്റെ അനിയത്തിയാണ് സെന്ററിൽ ഇരിക്കുന്നത്. പാത്തു എന്റെ മൂത്തുമാടെ വരുമോള് മോള്. അതെന്റെ മൂത്തുമാന്റെ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്താ തുടങ്ങിയിട്ടോ. ഏകദേശം ഒരു 2.5 മണിക്കൂറിൻ്റെ മുകളിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല വൈബായതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഫുള്ള് പാട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. എല്ലാവരും ഫുൾ ഓണാണ്. അപ്പോൾ നമ്മൾ നാനി പുറപ്പെടുകയല്ലേ, നേരെ അവിടെ എത്തിയിട്ട് നമുക്ക് POTനെ കാണാം. അപ്പോൾ POT നമ്മൾ കുറച്ചായി മോസിനാൻ്റെ വീഡിയോ എടുത്തിട്ടോ. മോസിനാക്കി നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മോസിന ഈരാറ്റുപേട്ട മീനച്ചിലാറിൻ്റെ തീരത്തുള്ള വീടൊക്കെ കാണിച്ചിട്ട് എന്ത് രസമുള്ള വീടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ എടുത്തില്ലേനോ. മോസിനാൻ്റെ വീട് ഭയങ്കര രസമാട്ടോ കാണാൻ. സൈഡിൽ കൂടെ ഇങ്ങനെ മീനച്ചിലാറോ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, അതിൻ്റെ മുകളിലായിട്ട്. എനിക്ക് ആ വീട് ഭയങ്കര ഇഷ്ടം. പിള്ളേർക്കൊക്കെ വിൻറ്റേജ് പാട്ടുകളാണ് ഇഷ്ടം. വിടർന്ന കൺകളിൽ സുറുമായി എഴുതി എന്നുള്ള പാട്ടൊക്കെയാണ് കേട്ടോ വെച്ചേ. ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ്, അങ്ങനെയുള്ള മാപ്പിളപ്പാട്ടുകൾ, പഴയ മാപ്പിളപ്പാട്ടുകളൊക്കെയാണ് വെച്ചത്, ആൽബം സോങ്സ്. മൂത്തുമ്മാൻ്റെ മോനൊക്കെ ഫുള്ള് വൈബാണ് കേട്ടോ. അപ്പോൾ പിള്ളേരോടി വന്നുകൊണ്ട് തന്നെ യാത്രേൻ്റെ ക്ഷീണമൊന്നും ഇല്ല, നല്ല ഉഷാറായിട്ട് അങ്ങ് എത്തിക്ക്. ഭയങ്കര നമ്മൾ പിന്നെ ഫസ്റ്റ് ടൈം കാണുക എന്നുള്ളൊരു ഫീലൊന്നും ഇല്ലേനു. എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇത്. റാഫി വർക്ക് ചെയ്യുന്നത് കോട്ടയത്താണ് കേട്ടോ. അവിടുത്തെ ഒരു ഹോൾസെയിൽ ഷോപ്പാണ്. അവിടുത്തെ എല്ലാം ഓൾ ഇൻ റോളാണ്. ഹെവി ലൈസൻസൊക്കെ ഉള്ള ആളാണ്, ഹെവി വണ്ടിയൊക്കെ ഓടിക്കും ആൾ. നല്ല ഉഷാറാണ്, മാഷാ അല്ലാ. എന്തായാലും നല്ലൊരു പിയാപ്പിളേനെ മോസിനൊക്കെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. റാഫീനോട് ഞാൻ കുറേ പറഞ്ഞു, റാഫി നീ ഇപ്പുറത്തെ സീറ്റിലിരിക്കി, ഞാൻ വണ്ടി ഓടിക്കാമെന്ന്. പക്ഷേ അവൻ പറഞ്ഞു അത് വേണ്ട, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഓടിച്ചോളാമെന്ന് പറഞ്ഞ്. വണ്ടി ഓടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കംഫേർട്ട്, അതുകൊണ്ട് തന്നെ എനിക്കത് വിഷയമല്ല എന്ന് പറഞ്ഞ്. പിയാപ്പിള വണ്ടി ഓടിച്ച് പോകുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ, ചില പിയാപ്പിളമാരൊക്കെ വണ്ടി ഓടിച്ചിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ ഉണ്ട്. വണ്ടി അത്രയും ഇഷ്ടപ്പെടുകയും ഡ്രൈവിങ് അത്രയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പോലെ അങ്ങനെയാണ്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, കാരണം
പിയാപ്പിള ഇപ്പുറം നല്ല ഫ്രീ ആയിട്ടിരിക്കുക. നമ്മൾ ആ സ്ട്രെസ്സ്, ഡ്രൈവിങ്ങിൻ്റെ സ്ട്രെസ്സൊക്കെ നമ്മൾ തന്നെയല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷെ അവനിക്കതൊരു വിഷയമേ അല്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അല്ലേ അങ്ങായി എനിക്കൊന്നും വണ്ടി ഓടിച്ചുകൂടേനോ എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞ കേട്ടോ. അത് 2-3 പാട്ടൊക്കെ കയ്യിൽ നിന്നെടുത്ത് പാടണമെന്നുണ്ടായിരുന്നു. പക്ഷേ പഠിച്ചവനൊക്കെ പാടാനുള്ള കഴിവ് തരാത്തതുകൊണ്ട് അതിന് ഞാൻ മുതിർന്നിക്കില്ല. വെറുതെ പിള്ളേരെ അടുത്ത് നിന്ന് വില പോകണ്ടല്ലോ അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മളിതാ പെണ്ണിൻ്റെ വീട്ടിലെത്താൻ പോവുകയാണ്. പാത്തു കള്ളത്തരം പറഞ്ഞൊരു ബൈക്കായില്ല. ഇപ്പൊ എത്തും 5 മിനിറ്റ്. അതുകൊണ്ട് ഭയങ്കര തള്ളാല്ലേ. അപ്പൊ വീട്ടുകാർ വീഡിയോ ഇപ്പൊ എന്തായാലും കാണും മോളെ എല്ലാരും. എന്നപ്പോ എനിക്ക് കിട്ടിക്കോളും പറഞ്ഞതിനൊക്കെ. ടെൻഷൻ ഉണ്ടാ? ഇവളെ മെയിൻ ആയിട്ടുള്ള ടെൻഷൻ എനിക്ക് തോന്നുന്നത് എന്തായിരിക്കും? മഹറ് ഞാനല്ലേ കിട്ടണ അതിന്റെ ടെൻഷൻ ഉണ്ടാ? അതൊന്നും ഒരു പ്രശ്നമില്ലടാ. ഞങ്ങൾ മൊത്തം 2 കാറും ഒരു ട്രാവലറായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് വഴിയിൽ നമ്മൾ കുറച്ച് നേരം നിർത്തി ഒരു ചോക്ലേറ്റൊക്കെ വാങ്ങിയിരുന്നു. ഹാമ്പർ സെറ്റ് ചെയ്ത് വാങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിപ്പോയി. എല്ലാവരും അവിടെ എത്തിയിട്ട് വിളിയോട് വിളിയാണ് നിങ്ങൾ എവിടെയുള്ളതെന്ന് ചോദിച്ചിട്ട്. ഏകദേശം ഒരു 15 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസിലുള്ളപ്പോൾ തന്നെ ഇത് 5 മിനിറ്റ് കൊണ്ട് എത്തുമെന്നൊക്കെ അവരോട് പറയാല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. കാരണം ഏതെങ്കിലും ഒരു ടീം ആദ്യം എത്തിയാൽ അങ്ങനെയാണല്ലോ, എല്ലാവരും ഒരേ സമയത്ത് അവിടെ എത്തുമ്പോഴാണ് കറക്റ്റ്. ഇല്ലെങ്കിൽ എല്ലാ കല്യാണത്തിനും നമ്മൾ കാണാം ഏതെങ്കിലും ഒരു വണ്ടി ലേറ്റ് ആയിരിക്കും. അപ്പോൾ ആ വണ്ടിയിലുള്ളവരെ വിളിച്ച് കാരണം എല്ലാവരും ഒപ്പരം കാരണമല്ലോ കല്യാണ വീട്ടിൽ. കുറച്ച് പേര് അവിടെ എത്തി പോസ്റ്റ് ആവാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സീൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് വാങ്ങിയത് കൊണ്ട് നല്ല രീതിയിലൊന്ന് ലേറ്റായിപ്പോയി. എന്തായാലും പിയാപ്പിള ലേറ്റ് ആവാന്ന് പറഞ്ഞാൽ കുറച്ച് സ്വാഭാവികമാണല്ലോ അല്ലേ. പക്ഷെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവരിങ്ങനെ കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ എവിടെ എത്തി എന്താ കളിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വഴി തെറ്റിയോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. വഴിയൊന്നും തെറ്റില്ല, റാഫിക്ക് കറക്റ്റ് അറിയാം. അപ്പോൾ റൂട്ടും കാര്യമൊക്കെ അവന് സെറ്റാണ്. അവനിപ്പോൾ ഈ വഴിക്കൊക്കെ വണ്ടി ഓടിച്ച് പോവുകയും ചെയ്യുന്നതാണ്. ഞാനാണെങ്കിൽ 10 പ്രാവശ്യം മാപ്പ് നോക്കിയിട്ടുണ്ടാവും, പക്ഷേ വണ്ടിയിൽ മാപ്പേ വെച്ചില്ല കേട്ടോ. എല്ലാവരും ഒരേപോലെ ആസ്വദിച്ച് പാടുന്നൊരു പാട്ടാട്ടോ ഇത്. പക്ഷെ പാട്ട് വെക്കാനൊരു വഴിയുമില്ല, കോപ്പി റൈറ്റ് വരുന്നുണ്ട്. നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടാണ്. മോസിനാൻ്റെ വീട്ടിൽ വലിയ പരിപാടിയായിരുന്നു കേട്ടോ. ഈ ഹാളിൽ മൊത്തം ആൾക്കാരായിരുന്നു. അത്രയും ആൾക്കാർ പങ്കെടുത്ത പരിപാടിയാണ്. ഈരാറ്റുപേട്ടയുള്ള മൊത്തം ആൾക്കാരെ ഇവർ വിളിച്ചോന്ന് ആദ്യം പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി. പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫാമിലിയാണ്. പിന്നെ മക്കളൊക്കെ ആയിട്ട് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് ഇവർക്ക്. അതുകൊണ്ട് തന്നെ കുടുംബക്കാർ തന്നെ എല്ലാവരും വന്നാൽ ഹാള് നിറയും, അത്രയും ആൾക്കാരുണ്ട്. ഈ ഈരാറ്റുപേട്ടയിലെ രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ സേവന രംഗത്തായാലും ഒക്കെ നിറസാന്നിധ്യങ്ങളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവരുടെ ഫാമിലി മെമ്പേഴ്സാണ്. വയനാട് ഉരുൾപൊട്ടത്തിലൊക്കെ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്ത ആളുകളൊക്കെ ആണ് ഇവരുടെ ഫാമിലി മെമ്പറിലൊക്കെ ഉള്ളത് കേട്ടോ. രാഷ്ട്രീയത്തിലൊക്കെ ഇവരെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ കൗൺസിലർ ആയാലും ഒക്കെ ഇവരുടെ കുടുംബക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രമുഖരെയൊക്കെ ഈ വേദിയിൽ ഇവിടുന്ന് കാണാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് നമ്മളെ പിയാപ്പിള റാഫീൻ്റെ സുഹൃത്തുക്കളാണ് കേട്ടോ. എല്ലാവരും കട്ട കമ്പനിയാണ്, എല്ലാവരും നല്ല വൈബ് ടീം തന്നെയാണ്. ഞാൻ ഇവരുടെ കൂടെ ആയിരുന്നു കേട്ടോ കല്യാണത്തിന് അവിടെ എത്തിയത് മുതൽ. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ ഫുഡും കഴിച്ച് ഇവരുടെ കൂടെ തന്നെ നടന്ന്. ഈ അടുത്തൊന്നും ഇത്രയും ആൾക്കാർ പങ്കെടുത്ത ഒരു വിവാഹത്തിന് ഞാൻ പോയിട്ടില്ല. അത്രയും ആൾക്കാർ കേട്ടോ. എന്തായാലും 3500-ൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും. ഹാള് തിങ്ങി നിറഞ്ഞ അവസ്ഥയിൽ തന്നെയായിരുന്നു. എനിക്ക് മൊഹസിനാൻ്റെ ഫാമിലി ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരെല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും കട്ടയ്ക്ക് നിൽക്കും. അത് തന്നെയായിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു വിജയം എന്ന് പറയുന്നത് കേട്ടോ. റഷീദയ്ക്കായിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. അതുപോലെ മോസിനാൻ്റെ അമ്മാവന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും സംസാരിക്കാനും എല്ലാവരെയും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു. ഇവിടെ വെച്ച് നിൽക്കാൻ നടക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഓഡിറ്റോറിയത്തിലേക്ക് ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഏറ്റവും വിശേഷമായ വഹിക്കലാണ്. ഈ വഹിക്കലിന് ഈ നിക്കാഹിന് കുറച്ചുകൂടി പ്രത്യേകതയുണ്ട്. മുഹമ്മദ് റാഫി മുഹ്സിനെ
ഈ നാടിനും സമൂഹത്തിനും സമുദായത്തിനും ഉപകരിക്കുന്ന സ്വാലിഹികളായ മക്കൾക്ക് അല്ലാഹു ജന്മം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിന് സാക്ഷികളായ നമുക്ക് എല്ലാവർക്കും അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷം ഈ ഒരു നിമിഷം കാണാൻ വേണ്ടിയിട്ട് ഇല്ലേ നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നാലേ മൂസിനാൻ്റെ ഉപ്പ റാഫീൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് ഉള്ള നിക്കാഹ് ആ കർമ്മ ഉണ്ടല്ലോ ശരിക്കും പറയുക വെച്ചാൽ അവിടെ സ്റ്റേജിലുള്ള പിന്നെ ഇക്കാലെ അനിയന്മാരൊക്കെ കരയുന്ന കണ്ടു മൂസിനാൻ്റെ ഉപ്പാൻ്റെ അനിയന്മാരൊക്കെ അത്രയും അവർ ആഗ്രഹിച്ച ഒരു നിമിഷമായിരുന്നു ഇത് മൂസിന മോളുടെ കല്യാണം എന്ന് പറയുന്നത് അതിന് ആ വേദി സാക്ഷ്യം വഹിക്കുകയാണ് അവിടെ കൂടിയ ഓരോ ആളുകളും മൂസിന മോളുടെ കല്യാണമാണ് എന്നുള്ളത് കൊണ്ട് കൂടെ വന്നവരാണ് മറ്റെല്ലാ പരിപാടിയുള്ളവരും ഒക്കെ എല്ലാം മാറ്റിവെച്ച് മോളുടെ കല്യാണത്തിന് വന്നിക്ക് കാരണം അത്രയും ഓരോ ഫാമിലി ആഗ്രഹിച്ച ഒരു വിവാഹമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരുപാട് വർഷം നല്ല സന്തോഷമായിട്ട് റാഫിയും മൂസിനെയും ജീവിക്കട്ടെ നിങ്ങളെല്ലാവരും ഇവർക്ക് രണ്ടാൾക്കും വേണ്ടി ദുആ ചെയ്യണം പ്രാർത്ഥിക്കണം കേട്ടോ മോളുടെ ആഗ്രഹമായിരുന്നു എല്ലാവരെയും വിളിച്ചിട്ട് ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ നിന്ന് അവളെ കല്യാണം നടത്തണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരൊന്നും നോക്കിയില്ല എല്ലാവരെയും വിളിച്ച് ഓളെ ഇഷ്ടമല്ലേ ഓളെ ഇഷ്ടത്തിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നും ഇല്ലല്ലോ ആദ്യം അവർ ചെറിയ രീതിയിൽ കല്യാണം ആക്കാം അങ്ങനെ വിചാരിച്ചതായിരുന്നു പിന്നെ മോളുടെ ആഗ്രഹം ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഇങ്ങ് ഒന്നായി ഓളൊരു സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യും അത്രയും സ്നേഹമുള്ള കുടുംബമാണ് മൂസിനാക്കുള്ളത് നമ്മളെ വീഡിയോ കണ്ട് ആത്മാർത്ഥമായിട്ട് ഷെയർ ചെയ്ത ഓരോ ആളുകളും ഈ കല്യാണം നടക്കാൻ കാരണക്കാരാണ് കേട്ടോ നിങ്ങളോട് ഓരോരുത്തരോടുള്ള നന്ദി ഈ ഒരു അവസരത്തിൽ പറയാണ് അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞ് മോസിന സ്റ്റേജിലേക്ക് വരികയാണ് ഇനി അവരുടെ കുടുംബക്കാരുമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ വധു മോസിന കേട്ടോ അവൾക്ക് നടക്കാനാണ് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് എന്ന് വിചാരിച്ച് തീരെ നടക്കാൻ പറ്റായി ഒന്നുമില്ല അവളെ കൈ ചേർത്ത് പിടിച്ചിട്ട് റാഫി അവിടെ അങ്ങനെ നിന്നപ്പോൾ ഉണ്ടല്ലോ കണ്ടവരുടെയും എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും അത്രയും സന്തോഷം തോന്നിയ ഒരു നിമിഷം മാഷാ അല്ലാഹ് നമ്മൾ ഡിഫറെൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങുന്ന സമയത്ത് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളാണ് കേട്ടോ ഇത് ഓരോന്നും ഇങ്ങനെ നടക്കുന്നത് എത്രയോ മക്കളുടെ കല്യാണം നമുക്ക് ഇതേപോലെ നടത്താനുണ്ട് നിങ്ങൾ ഓരോരുത്തരും കൂടെ വേണം സപ്പോർട്ടായിട്ട് കൂടെ വേണം കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് ചുറ്റും നിന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി വിമർശിക്കാനും തരം താഴ്ത്താനും കാത്തിരിക്കുന്നവർ അതുകൊണ്ട് തന്നെ ഓരോ ചുവട് മുമ്പോട്ട് പോകുമ്പോഴും പേടിയാണ് ഉള്ളിൽ എവിടെയാണ് ആരാണ് നമ്മളെ പിന്നിൽ നടിക്കാൻ വരുന്നത് എന്നറിയാത്തുള്ളൊരു പേടി പക്ഷേ അപ്പോഴും ആത്മാർത്ഥമായിട്ട് നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം കേട്ടോ ഇവരുടെ കല്യാണം നടക്കുന്ന വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോഴും ഒരുപാട് ഡിഫറെൻ്റ്ലി ഏബിൾഡായ മക്കളുണ്ട് വീടുകളിൽ കല്യാണം റെഡിയാവാണ്ട് അല്ലെങ്കിൽ അവരുടെ പേരൻസ് കല്യാണമൊന്നും വേണ്ട ഇവരെയൊക്കെ ആര് വിവാഹം ചെയ്യാനാണ് അല്ലെ ഇവർ വിവാഹം ചെയ്താൽ എന്തൊക്കെയോ സംഭവിക്കും എന്നൊക്കെയുള്ള അനാവശ്യ പേടിയും കാര്യങ്ങളും കൊണ്ട് ഈ മക്കളെ കല്യാണമൊന്നും നോക്കാണ്ട് അവരെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇട്ട ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അവരുടെ കണ്ണൊന്ന് തുറക്കാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ മക്കളെയൊക്കെ സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാർ മുമ്പോട്ട് വരുന്നുണ്ട് നല്ല മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ നമ്മൾ നല്ലൊരു വരന്മാരെ തേടിയാൽ നമുക്ക് കിട്ടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ പടച്ചവൻ അത് എളുപ്പമാക്കി തരും എന്നുള്ളതല്ലേ അല്ലാതെ നമ്മൾ വിവാഹം നടക്കില്ല അല്ലെ വിവാഹമൊന്നും വേണ്ട പിന്നെ അവർക്കൊന്നും വിവാഹാലോചന വരില്ല അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ മാറ്റണം മക്കളൊക്കെ വിവാഹം ചെയ്യണം വിവാഹ ജീവിതം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല സാഹചര്യങ്ങൾ കൊണ്ട് അവർ ഞങ്ങൾക്കതൊന്നും വേണ്ടാന്ന് ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാകും പക്ഷേ അത് ഉള്ളിൽ വലിയൊരു വിഷമം വെച്ചത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കണം നമ്മൾ അവരുടെ വിവാഹം നടത്താൻ വേണ്ടി നമ്മൾ മുമ്പോട്ട് വരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ എന്നെ വിളിക്കാം വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇതുണ്ടാവുക അതുകൊണ്ടാണ് പിന്നെ നമുക്ക് വീഡിയോ എടുത്തോ എന്ന് പറയുന്ന ആളുകളുടെ കല്യാണത്തിൻ്റെ വീഡിയോ നമ്മൾ എടുക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ 85ാമത്തെ വിവാഹമാണിത് പക്ഷേ 85 വിവാഹത്തിൻ്റെ വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത് അവർ സമ്മതിച്ചാൽ മാത്രമേ എടുക്കാറുള്ളൂ കാരണം എടുക്കുന്നതിൻ്റെ ഉദ്ദേശവും ഇതാണ് ഇത് കണ്ടിട്ട് പുതിയ ആളുകൾ കല്യാണത്തിലേക്ക് മുമ്പോട്ട് വരണം അങ്ങനെ മക്കളുടെ കല്യാണങ്ങൾ നടക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ ഇത് അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ എൻ്റെ കയ്യിൽ വലിയ ബാഗൊക്കെ ഉണ്ട് ഞാൻ നാട്ടിൽ നിന്ന് തലേന്ന് വന്നിട്ട് ആലുവ റൂമെടുത്ത് നിന്നിട്ടാണ് കല്യാണത്തിന് വന്നത് അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ
ബാഗൊക്കെ ഉണ്ട്. പിയാപ്ലേൻ്റെ വണ്ടിയിൽ വെച്ചതിന് ഇത്രയും നേരം. ഇപ്പം നമ്മൾ പിയാപ്ല ഇന്ന് അവിടെ നിന്നിട്ട് നാളെ രാവിലെയാണ് വരിക. അതുകൊണ്ട് നമ്മൾ പിയാപ്ലേൻ്റെ ചങ്ങായിമാരുടെ കൂടെ ആലുവക്ക് പോവുകയാണ്. അപ്പോൾ ബാഗെല്ലാം എടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇതാ ഇറങ്ങി കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പിയാപ്ലേൻ്റെ കൂടെയാണ് അങ്ങോട്ട് പോയത്. ഇങ്ങോട്ട് പോകുന്നത് പിയാപ്ലേൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇവർ 3 ആളും ഉള്ളത് കൊണ്ട് എനിക്ക് ഇവിടെ അടുത്തുള്ള 2 വീട്ടിൽ നിന്ന് കല്യാണ വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ അവരോടുള്ള ഒരു നന്ദി ഈ വീഡിയോയിൽ പറയാൻ കേട്ടോ. ഓക്കെ, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിന്. ഞാൻ ഇവിടെ വണ്ടി എടുക്കാണ്ടാണല്ലോ വന്നത്. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ടാസ്ക് ആയിരുന്നു. മാത്രമല്ല പെട്ടെന്ന് നാട്ടിലേക്ക് ഒറ്റൊരു ട്രെയിനേ ഉള്ളൂ. അതിപ്പോൾ 8:30 ഷൊർണൂരിൽ നിന്ന് അങ്ങാടിപ്പുറത്തേക്ക്. അത് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. കാരണം 5:30 ആലുവയിൽ നിന്നൊരു 5:15 കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട്. അതിന് കയറിയാലാണ് ഷൊർണൂർ എത്തുക. അപ്പോൾ അത് ചാൻസ് കുറവാണ്, എങ്കിലും കുഴപ്പമില്ല. ഇവരുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും കുറച്ച് എളുപ്പമായി. നമുക്ക് ഓരോന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഓൾറെഡി കണ്ടവർ തന്നെ ഒന്നുകൂടി കാണിച്ചു തരാം. ബ്രോന്റെ പേരെന്തേനു? നിങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? അല്ലേ? ആ അതെ. ഇത് നമ്മളെ ടെക്കി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന, ഞാൻ പേര് മറന്നേ, അൽത്താഫ്. നമ്മള് ഡ്രൈവർ, പ്രോ ഡ്രൈവർ ആണ് കേട്ടാ, സാധ്യ ഡ്രൈവർ. പേര് ആഷിഖ്. അപ്പോൾ ഇവര് 3 ആളുമാണ് ഇന്ന് നമ്മളെ കൂടെ കട്ടയ്ക്ക് നിന്നത്. അവിടെ കല്യാണ വീട്ടിലൊന്നും ബോറടിച്ചില്ല ഇവർ ഉള്ളതുകൊണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോസ്റ്റായി പോയതിന് കാരണം അത്രയും തിരക്കിൻ്റെ ഇടയിൽ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ചില കണ്ടുമുട്ടലുകൾ അങ്ങനെയാണല്ലോ അല്ലേ. എന്തായാലും നിങ്ങളെ കണ്ടുമുട്ടിയതിന് പഠിച്ചവനോട് താങ്ക്സ് പറയുകയാണെന്നിട്ട് നമ്മൾ ഈ വീഡിയോ നിർത്താം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് കല്യാണങ്ങൾ നമുക്ക് നടത്തിയെടുക്കണം. നിങ്ങൾ അതുകൊണ്ട് എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കണം. മാക്സിമം വീഡിയോ എല്ലാം ഷെയർ ചെയ്യുക കേട്ടോ. ഡിഫറെൻറ്റ് മേഖലയിലിടുന്ന ഓരോ വീഡിയോയും ഷെയർ ചെയ്ത് കൂടെ ഉണ്ടാവുക. ഓക്കെ, ബൈ.